ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോർട്ടിസോളിനെ കുറിച്ചിട്ടാണ്. കോർട്ടിസോൾ നമ്മുടെ എഡ്രിനൽ ഗ്ലാൻഡ്സിൽ നിന്നാണ് സെക്രേറ്റ് ചെയ്യുന്നത്. കിഡ്നിയുടെ മുകളിലുള്ള എഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്, അവിടെ നിന്നാണ് കോർട്ടിസോൾ റിലീസ് ആവുന്നത്. കോർട്ടിസോൾ നമ്മുടെ ബ്രെയിനിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ട്. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഹെഡിൻ്റെ ഈ മുന്നിലുള്ള ഭാഗത്തുള്ള ബ്രെയിൻ്റെ ഭാഗത്തിനാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് അണ്ടർ പ്രഷറിൽ ഈ കോർട്ടിസോൾ ഭയങ്കരമായിട്ട് റിലീസ് ചെയ്യും. അണ്ടർ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമ്മുടെ കോർട്ടിസോൾ അമിതമായിട്ട് റിലീസ് ചെയ്യും. കോർട്ടിസോൾ അമിതമായിട്ട് റിലീസ് ചെയ്യാനുള്ള കാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ജോലി പ്രശ്നം, ജോലി സ്ട്രെസ്സ്, ഫാമിലി പ്രശ്നം, ഡെഡ് ലൈൻ എത്രയും പെട്ടെന്ന് തീർത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യാനുള്ള പ്രശ്നം, കുട്ടികളെ എക്സാമിനേഷൻ്റെ പ്രശ്നം, എൻട്രൻസ് എക്സാംസ്, ഏത് തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് ആയാലും എല്ലാവരും അണ്ടർ സ്ട്രെസ്സാണ്. കുട്ടികളായിക്കോട്ടെ, അഡൾട്ട്സ് ആയിക്കോട്ടെ, എൽഡർലി ആയിക്കോട്ടെ. എൽഡർലി ആൾക്കാർക്കും അവരുടേതായ രീതിയിൽ റിട്ടയർമെൻറ്റിന് ശേഷവും സ്ട്രെസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ സ്ട്രെസ് വരുമ്പോൾ കോർട്ടിസോൾ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടുന്നു. അപ്പോൾ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യുന്നത് ഈ ഹെഡ് ലോ പൊസിഷനിലോട്ട് പോവുക. അത് യോഗയിലുള്ള ചില പൊസിഷൻസിൽ വരുന്നുണ്ട്, സൂര്യ നമസ്കാരത്തിലൊക്കെ വരുന്നുണ്ട്. ബോഡി അപ്പായിട്ട് ഹെഡ് ലോ, പക്ഷെ അത് അധികം നേരം പാടില്ല. വളരെ കുറച്ച് നേരത്തേക്ക് വേണ്ടി മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അത് ഇടയ്ക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് സ്റ്റിമുലസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിംസ് നിസ്കരിക്കുന്ന സമയത്തും ഹെഡ് ലോ ആയിട്ട് അവരുടെ ബോഡി കുറച്ച് അപ്പർ പോസ്ചറിലോട്ട് പൊങ്ങുകയും ഹെഡ് താഴത്ത് ഗ്രൗണ്ടിൽ വന്ന് മുട്ടുകയും ചെയ്യുമ്പോഴും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് സ്റ്റിമുലേറ്റ് ആവും. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് സ്റ്റിമുലേറ്റ് ആവുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മുടെ കോർട്ടിസോൾ ലെവൽസ് കുറയും. രണ്ടാമത് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് നമ്മുടെ ബ്രെയിൻ ക്ലോഗ്ഡ് ആവില്ല, ക്ലട്ടേഡ് ആവില്ല. നമുക്ക് ആലോചിച്ച് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഭാഗമാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. അപ്പോൾ അത് സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞാൽ അതിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ് നമ്മൾ ഈ പൊസിഷനിൽ, സുജൂദ് എന്ന പൊസിഷനിൽ നിന്ന് മുസ്ലിം നിസ്കരിക്കുമ്പോഴും യോഗയിലുള്ള സൂര്യ നമസ്കാര പൊസിഷനിലൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ബ്ലഡ് സപ്ലൈ ടു ദ ബ്രെയിൻ, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് കൂടുതലായിട്ട് വരുമ്പോൾ, ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആവും. നമ്മൾ മെമ്മറി കൂടാനും അത് പിന്നീട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആക്ഷൻസൊക്കെ വളരെ പ്ലാൻഡായി മാറും. പിന്നീട് വരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, സിറോട്ടോണിനെ കുറിച്ചിട്ടാണ്. കോർട്ടിസോൾ ലെവൽ കൂടുമ്പോൾ നമ്മുടെ സിറോട്ടോണിൻ ലെവൽ ആനുപാതികമായിട്ട് കുറയുന്നു. സിറോട്ടോണിൻ കുറയുന്നത് കൊണ്ട് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നു. ഡിപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, സിറോട്ടോണിൻ ലെവൽ കുറഞ്ഞാൽ ഡിപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സൂയിസൈഡൽ ടെൻഡൻസീസ് വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിറോട്ടോണിൻ ലെവൽസ് നമുക്ക് നോർമൽ റേഞ്ചിൽ നിലനിർത്താൻ സാധിക്കണം. ഡിപ്രഷൻ ഉള്ള ആളുകളാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് ആൻറ്റി ഡിപ്രസൻ ടാബ്ലറ്റ്സ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പക്ഷേ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് ആ സൈക്യാട്രിസ്റ്റിൻ്റെ ഇവാലുവേഷന് ശേഷം ഈ രോഗിക്ക് ഡിപ്രഷൻ തന്നെയാണുള്ളത് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം ആ ഡോക്ടർ തരുന്ന അളവിലും ഡോസിനും തോതിലുമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ സെൽഫ് മെഡിക്കേഷൻ പാടില്ല, അത് ഡേഞ്ചറസ് ആണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് മാത്രമല്ല, നമുക്ക് കുറച്ച് ബെറ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, മെഡിസിൻസ് നമ്മൾ ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻസ് കൂടാതെ നമ്മൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡോസ് കുറയ്ക്കുന്നു, ഓൾട്ടർ ചെയ്യുന്നു. അതും അപകടകരമാണ്. നമ്മൾ നമ്മുടെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് അതിൻ്റെ ഡോസ് നമ്മൾ അദ്ദേഹത്തിൻ്റെയോ അനുമതിയോട് കൂടിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അത് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഈ സിറോട്ടോണിൻ കുറയുന്ന പ്രശ്നത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേറെയും നാച്ചുറലായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്. അത് സൈക്യാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവൂ. പക്ഷേ അതെന്തായാലും ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. പിന്നീട് വരുന്നത് നമ്മൾ സിറോട്ടോണിൻ കൂട്ടാനുള്ള മാർഗ്ഗങ്ങളാണ്. സിറോട്ടോണിൻ കൂട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, സ്പിരിച്വലി നമുക്ക് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ പ്രാർത്ഥനകൾ, ഫെയ്ത്ത്, ബിലീഫ് അത് ചെയ്യാം. കമ്മ്യൂണിറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാം. വോളണ്ടിയറായിട്ട് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകാം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ പോകാം. ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് വയസ്സായ ആളുകൾക്ക് നമുക്ക് വോളണ്ടിയർ കെയർ സപ്പോർട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് നമുക്ക് ചാരിറ്റി കൊടുക്കാം. ഇതിലെല്ലാം സംഭവിക്കുന്ന സിറോട്ടോണിൻ ഇൻക്രീസ് ചെയ്യും. സിറോട്ടോണിൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് ആനന്ദമാണ്, പരമാനന്ദം, അല്ലെങ്കിൽ ഹാപ്പിനെസ്സാണ്. ഈ ഹാപ്പിനെസ് നമുക്കുണ്ടാകുന്നത് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുമ്പോഴുണ്ടാവും. ഓക്സിറ്റോസിൻ നമ്മുടെ ബോഡിയിൽ പല ഫങ്ഷൻസും ഉണ്ട്. ബ്രസ്റ്റ് മിൽക്ക് ഇജക്ഷൻ നടക്കാനും ഓക്സിറ്റോസിനാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഒരു അമ്മ അവരുടെ കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ ഓക്സിറ്റോസിൻ റിലീസ് ആകുമ്പോൾ ഈ അമ്മയ്ക്ക് ഭയങ്കരമായൊരു സന്തോഷം ഉണ്ടാകുന്നു, ഒരു മനസ്സംതൃപ്തി ഉണ്ടാകുന്നു.
അതിനാണ് നമ്മൾ ഈ ഹാപ്പിനെസ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ, സെറോട്ടോണിൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഫാമിലിയായിട്ട് ബോണ്ട് ചെയ്യുന്നു, നമ്മൾ ഫാമിലി ആൻഡ് ഫ്രണ്ട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. അപ്പം നമ്മൾ സോഷ്യൽ ലെവലിൽ നമ്മൾ എല്ലാവരായിട്ട് സൊസൈറ്റിയിൽ മിങ്കിൾ ചെയ്യുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു. ഇതിലെല്ലാം നമുക്ക് കിട്ടുന്നത് സെറോട്ടോണിനാണ്.